ഓക്കെ. ശരി. ഹലോ സാർ. ഓക്കെ സാർ. ഓക്കെ. ശരി. ഓക്കെ. ഏടിയാന്നേനി ഇത്രയും നേരം കാത്തിരുന്ന മനുഷ്യൻ്റെ ഊപ്പാട് ഊരി. സാറിന് അറിയാത്ത എൻ്റെ ടെൻഷൻ. 4 ദിവസമായി ശരിക്കും ഉറങ്ങിയിട്ട്. ലീവിന് എപ്പോഴായിട്ട് അതും കിട്ടിയിട്ടില്ല. ഒരുമാതിരി പണി. വേറെ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വലിച്ചടിപ്പോയാൽ 11 മണിക്ക് മുതലിൻ്റെ അടുത്ത് കോടതിയിൽ എത്തിക്കണം. ഇനി എങ്ങനെ എത്താനാടാ? അതിന് മുതലെവിടെ? എന്താ ഇതെന്നാടാ? എങ്ങനെയുണ്ട് സാറേ? രസല്ലേ? ഇവൻ നല്ല കലാകാരനാട്ടാ. നമ്മള് മോളിയെ പോലില്ലേ? കുറച്ചുകൂടി വരാനുണ്ട്. കൊള്ളാം ഇവൻ. താങ്ക് യു സാർ. ഓനൊന്ന് വേഗം എടുക്ക്. വാ പോലാ. എടാ നിന്നെ അനാട്ടമ ഞാൻ വരച്ചരാം. സാർ പേപ്പറിൽ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതല്ലേ പറയുന്നത് സാറേ. എടുക്കെടുക്ക്. വാ വിടാ. സാർ വണ്ടി? വണ്ടിയൊന്നുമില്ല. വണ്ടിയില്ലേ? വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാത്തുക്കുവാ. ഞാൻ ഒറ്റക്ക് എടുത്തോണ്ട് പോലെ. ആകെ 4 വണ്ടി, 408 കേസും. സാറേ വണ്ടിയില്ല? വണ്ടി ഉണ്ടെങ്കിലേ വരുന്നുള്ളൂ. ശേ അതല്ലപ്പാ. പറ എന്നാ. ഒന്നുമില്ല. കാര്യം പറയണോ? വണ്ടി ഉണ്ടെങ്കിലേ പോന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ ഓനെയും കൂട്ടിയാട്ടെ. 11 മണിക്കാട് എത്തിയില്ല കണ്ടല്ല, പണി വീട്ടിലെത്തും. ഇവിടെ ഓക്കെ എന്നാ. സാറേ താഴെ നിന്ന് ഓട്ടോ കിട്ടും. സാറേ അവനെ നല്ലോണം ശ്രദ്ധിക്കണേ. ഇളക്കം കൂടിയ മുറ്റിയനവാ. ചാടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു വണ്ടി സംഘടിപ്പിച്ചു സാറേ. വണ്ടിയല്ലേ നിന്റെ സാറേ എനിക്ക് വഴി ഒരു ബിരിയാണി വെച്ചരും. നടക്ക്. ഇവന്മാര് നേരെ വേണമെന്നും കഴിക്കാൻ തരുള്ളൂ സാറേ. എനിക്ക് മേടിച്ചാടാ. എന്താണ് തരൂ സാറേ? സത്യം എനിക്ക് വായിച്ചു. നീ ഒന്ന് വാടാ. നടക്ക്. അത് മതി സാറേ. കൊറേ കാലായി ബിരിയാണി. ഒരു ബിരിയാണിക്കാരൻ. ഒരു ഓട്ടോ വരുന്ന നോക്ക് സാറേ. കൈ കാണിക്കും സാറേ. ഓട്ടോ വരുന്നുണ്ട് സാറേ. കാര്യം കേറ് സാറേ. അത് ശരി. ഇപ്പൊ അങ്ങനെയാ? നീ എന്തിനാ സാറേ? എടാ ഇപ്പറ കേറി. അടങ്ങിയിരിക്കടാ. ചാടിക്കളേണ്ടവരുടെ അല്ലേ മൂഷിക? ഇവനാണ് ഈ നോക്കുന്നത്. സാറേ ഇവനെ മറിഞ്ഞിട്ടൊന്നും കാണില്ല സാറേ. ഈ ഫ്രണ്ട് കാണണം. നേരൊക്കെ വണ്ടിടിച്ച് എൻ്റെ പേരെ കിടക്കേണ്ടി വരും. അല്ല സാറേ. സാറേ ഓൻ എന്നെ കണ്ണാടി കൂടെ നോക്കി പിടിപ്പിക്കുന്നില്ലേ? ഇല്ല.
അല്ല സാറേ, ഈ ഓട്ടോയിൽ ശരിക്കും കണ്ണാടിൻ്റെ ആവശ്യമുണ്ട്. പിറകിലിരിക്കുന്ന പെമ്പിള്ളേരെ വായി നോക്കാനാണ് സാറേ ഇവന്മാർ കണ്ണാടി വെച്ചിരിക്കുന്നത്. ഈ കണ്ണാടി കൂടെ നോക്കിയാൽ റോഡൊന്നും കാണില്ല സാറേ. ഇത് നിർത്തലാക്കണം സാറേ. ഇവന്മാരൊരു പാഠം പഠിപ്പിക്കണം. സാറിൻ്റെ കുട്ടികളിപ്പത്തല്ല കഴിഞ്ഞ ആഴ്ചയല്ലേ നീ എൻ്റെ മോളെ കല്യാണത്തിന് വന്നിട്ട് അടിച്ചിട്ട് പോയി. നീ അത് ഇത്ര പെട്ടെന്ന് മറന്നുപോയാ? അത് മറന്നാണ്, സ്ഥിരല്ലേ. അല്ല, നമ്മൾ രണ്ടാളും ഒരേ പ്രായമല്ലേ. ഞാൻ വല്ലാണ്ട് വൈപ്പില്ലേ അല്ലേ? അതെന്താ വയ്യേ? സാർ ഇപ്പം അടുത്ത കല്യാണം കഴിച്ച് കല്യാണം നേരത്തെ വെച്ചു. പിന്നെന്താ പ്രശ്നം? ഓ ഹോ 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 ഹോ. എന്നിട്ട് എടാ, എൻ്റെ കുട്ടി ഇരിക്കുന്ന സൈന്ന്. കൺഗ്രാറ്റുലേഷൻ. കോട്ട് കൊയ് സാറേ, സാറിൻ്റെ വകയെന്ന് ബിരിയാണി ഉണ്ടായിരുന്നോ? അതുകൊണ്ട് മാത്രമാണ് നീ നടിക്കാണ്ട് വിട്ടു കേട്ടോ. മനസ്സിലാ? ഒന്ന് വേഗം വിടറോ. എന്താകുമെന്ന് അറിയില്ല സാറേ, ആകെ ടെൻഷനില്ല. അതൊന്നും വിഷയാക്കണ്ട, വിട്ടുകളാ. പിള്ളേർ വലുതാകുമ്പം അതിന്റെ ക്രെഡിറ്റ് ഒറ്റക്കടിക്കുന്ന പരിപാടിയല്ലേ പെണ്ണുങ്ങൾക്ക്. 10 മാസത്തെ കണക്കും പറഞ്ഞു വരും. അനുഭവിക്കട്ട്. ഈ സമയത്ത് തന്തമാർ അനുഭവിക്കുന്ന വിഷമത്തിന് വല്ല വിലയുണ്ടാ? പണ്ടാരടക്കെ എങ്ങനെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. എനിക്കൊന്നും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എന്താ, എനിക്കൊന്നും ബാധകല്ലേ. കല്യാണം കഴിച്ചാ? പിന്നെ അതൊക്കെ നേരത്തെ കേട്ടായി. ഒരു കുഞ്ഞു മോളുണ്ട്. എന്നിട്ടാടെ തണ്ടി ഇമാര് പഠിക്കുന്നത്. എടാ, ആളെ കൊല്ലുമെങ്കിലും എനിക്ക് ഇതിൻ്റെ കുഞ്ഞിൻ്റെ മുഖം ഓർമ്മ വരില്ലേ? തണ്ടി കൊല്ലണമെന്ന് തോന്നിയ പിന്നെ കൊല്ലണ്ട സാറേ. സാറേ ഇത് വണ്ടിയാ, ഇത്ര വരെ പോവും. നമ്മളെ പൈസ അങ്ങോട്ട് ബസ്സൊക്കെ കുറവല്ലേ? സാർ ഇതിന് മീത്തിപ്പണി നിർത്തുവാ? മീത്തപ്പടിയാ? ആ, മണിയടിച്ച് കൊടുത്തു. മണി അടിക്കൂ. കണ്ടക്ടറോട് ചോദിക്കൂ. അല്ല, ഇനി കണ്ടക്ടർ അടിയാന്ന് മേലെ ഉള്ളത് ചോദിക്കും. എന്തെന്നാണ് ഇയാൾ കളിക്കുന്നത്? ഇത് തലശ്ശേരി വണ്ടിയല്ലേ? ഡോ, എങ്ങോട്ടാ ഫോക്കസ്? അതല്ല ചേച്ചി. ഏതല്ല? മുന്നിൽ ബോർഡില്ലേ? കണ്ടിട്ട് സ്കൂളിലൊക്കെ പഠിച്ചതുപോലെ ഉണ്ടല്ലോ. എന്നാ നിങ്ങൊന്ന് വായിച്ചെന്നാട്ടെ. വായിക്കലോ? അതിനെന്താ കുഴപ്പം? അയാൾ പറ്റിച്ചോ? ഈ ബോർഡ് അങ്ങനെ മാറ്റുമോ? നോക്കി. അടിപൊളി. സാറേ, ഓനെ നോക്കണേ, ഓനെ ഓടിയേക്കും. ഓന് പേടിയോടെ. കൈ വിട് സാറേ, ഞാൻ എടുത്തേക്കോളാം. സാർ ഓടാണ്ടിരുന്നാണ്. ഭാര്യയില്ലേ സാറേ? എൻ്റെ സിന്ധു, നീ എൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി. സാറേ, ഒരു ചായ അടിച്ചാലോ? എന്നാടാ നടന്നാട്ടെ. പഴമ്പലുണ്ട് സാറേ. ചേട്ടാ, ഒരു ചായ.
വീഴ്ത്തുന്ന് പറഞ്ഞാൽ വീഴ്ത്തും, ഉറപ്പായിട്ട് വീഴ്ത്തും. കൊറേ വേർപ്പ് പോകും. നിനക്കെന്നെ അറിയാഞ്ഞിട്ട മോളെ. ബാലരമയിൽ ഞാൻ വായിച്ചോളാം വീരകഥ. നിന്നെ ഞാൻ വീഴ്ത്തിയിട്ട് പഴംപരി പോലെ പൊരിച്ച് കൈമ തരും. ഇതിലും വലിയ കൊമ്പന്മാര് കൊറേ നോക്കിയതാ വീഴ്ത്താൻ, വീണിട്ടില്ല ഇതുവരെ. അതൊക്കെ നിന്റെ വേറെ തോന്നല മോളെ. ഈ അശോകം വിചാരിച്ച ആരെയും വീഴ്ത്തും. എത്ര എണ്ണത്തിനെ വീഴ്ത്തിയിരിക്കുന്നു. പിന്നെ ഈ ഉണക്കക്കമ്പ് പോലത്തെ നീ. വെല്ലുവിളിയെങ്കിലും കുറച്ച് മോഡേൺ ആക്ക് ചങ്ങായി. അപ്പൂപ്പന്മാര് കളഞ്ഞ സാധനമായിട്ടാണ് അലക്കുന്നത്. കാണിച്ച് തരാ നിനക്ക്. എന്നാ കാണിക്ക്, ഞാൻ ബോധം കെട്ട് കിടക്കാം. ചായ പശ കൊടുക്കണേ. ആദ്യം പോയിട്ട് ബോർഡ് നേരെ വെക്കാൻ പഠിക്കും. വീഴ്ത്താൻ നടക്കുന്നു. ഇത് ചേട്ടാ 30 അല്ലേ? അതെ. ആ കുറച്ച് താത്തിക്കോളൂ. ആ മതി. ഹലോ 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 ഹലോ. ഓനെന്താ പറഞ്ഞ മോളെ? ആ വരാന്ന് പറയുന്നുണ്ട്, വന്നാ കാണാം. ഓ, ഈ പോലീസുകാർക്ക് ചാവാനും സമയമില്ലേ? അമ്മ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കില്ലേ? ഇവിടെ ഇപ്പം ആരാ ചാവാൻ കിടക്കണ? നിന്റെ കാര്യമല്ല പറഞ്ഞത്. വേഗം കയറി സാറേ. സാറേ സാറേ ഇവിടെ ഇരുന്നോ? അത് വേണ്ട. സാറിന് കാറ്റ് കിട്ടിക്കോട്ടെ വെച്ചിട്ടാ എന്നെ അങ്ങനെ കാറ്റുള്ളി അങ്ങോട്ടേക്ക്. ഇങ്ങനത്തെ കാറ്റുണ്ട്. അവിടെ ഇരുന്നോ. എങ്ങോട്ടാ ടിക്കറ്റ്? ഒരു മീത്തൽ പീടിയ. എവിടെയാന്ന്? ഒരു മീത്തല പീടിയ. ആടെയൊന്നും സ്റ്റോപ്പില്ല, അപ്പുറത്തെ ലോക്കല്. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ടല്ലേ കയറിന്. എന്ത് ചോദിച്ചു? തലശ്ശേരി എന്നല്ലേ ചോദിച്ചു? തലശ്ശേരി പോകുന്ന വഴിയല്ലേ മീത്തൽ പീടിയ. മലയാളത്തിലല്ലേ പറഞ്ഞത് അവിടെ ഒന്നും സ്റ്റോപ്പില്ലാന്ന്? അതിന് ഇങ്ങനെ പേടിപ്പിക്കുന്നു. ആര് പേടിപ്പിച്ച്? നീ പേടിച്ചത് ഞാൻ എന്ത് ചെയ്യാനാ? ഒന്ന് ഇറങ്ങിയാട്ടെ വേഗം. ഓരോന്ന് വന്ന് കേറിക്കോളും. ഒന്ന് ഇറങ്ങിയ വേഗം. ഇതെന്നാ നിങ്ങളാ സാർ? സ്റ്റേറ്റ് ബസ് നിങ്ങൾക്ക് വിറ്റാ? രാവിലെ തന്നെ ഓരോ നിനക്കേട്. ടിക്കറ്റ് ടിക്കറ്റ്. ഒരു തലശ്ശേരി. ചില്ലറ തരൂ മാഷേ. ചില്ലറ ഇല്ലാത്തത് കൊണ്ടാണ്. രാവിലെ തന്നെ ഞാൻ എവിടേക്കാ ചില്ലറക്ക് പോവാ? നോക്ക്, ബാഗിൽ നോക്ക്. നോക്കുന്നതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ചില്ലറില്ലാതെ ഇറങ്ങുമ്പോ തര ബാക്കി. ഹലോ ഹലോ, എവിടെ എത്തി? എവിടെത്തെ? ഇവിടുന്ന് പുറപ്പെട്ടു വേണ്ടേ? നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കും സിന്ധു. ബ്ലഡിന്റെ കാര്യത്തിൽ 2 ആളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓ പോസിറ്റീവ്. ഓ നെഗറ്റീവാ? പോസിറ്റീവ് അല്ല. ഒലക്ക. ഈ കുന്തമൊക്കെ ഒന്ന് മാറ്റി വെക്ക്. ഇതല്ല ഒരു സൗകര്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. ഇപ്പം ഇതിനെക്കൊണ്ടില്ലാത്ത സ്വൈരക്കേടില്ല. സാറേ എൻ്റെ ഓനേറ്റിയോ സാറേ? മിണ്ടാണ്ടിക്കട. ആ സമേഷേ, ഞാൻ ഗോപിയാന്നേ. ഇന്ന് വൈഫിൻ്റെ ഡെലിവറിയാണ്. കുറച്ച് ഓ നെഗറ്റീവ് ബ്ലഡ് വേണം. ആ ഇന്ന് തന്നെ രാവിലെ 11 മണിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ. പ്രിയ നാട്ടുകാരെ,
കലാസ്നേഹികളെ, ആ നമ്മുടെ നാടിന്റെ പിഞ്ചോമന പണിണ്ടാവും റിയ ഫാത്തിമയുടെ സാറേ. ഉത്സാഹം നടത്തുന്ന ഓനായിട്ട് ഒരു 10 റുപ്യ ഇന്നത്തേക്ക് വേണം ഗാനമേള ഏതാനും സാറേ, ഒരു നിമിഷങ്ങൾ 10 റുപ്യ തരുമോ? മിണ്ടാ ഞാനടിയില്ല, എല്ലാ നാട്ടുകാരും ഞാൻ യാത്രക്കാരും ഡ്യൂട്ടിയാ. ഈ കാരുണ്യ പ്രവർത്തനത്തിൽ അകവഴിഞ്ഞ് സഹായിക്കണമെന്നും മകളുടെ ആരോഗ്യ ജീവിതം നീ ഒന്ന് കാര്യമായിട്ട് നോക്കണം കേട്ടോ. അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിന്നെ വിളിച്ചോളാം കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. ആ ശരി. എന്തിനാ 10 രൂപ? അത് സാറേ ഒരു കൊടുക്കണേ ഒരുക്ക് ചാവട്ടീന് ആ ആ